സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ധന്യനാമത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠ ദൈവഭക്തർക്കും സഹോദരന്മാർക്കും അമേൻ, ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ ദേവദാസ ശാസ്ത്രന്മാർക്കും അമേൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഴമേറിയ സ്നേഹവും വന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവം നാം പാടി ഇവിടെ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ദൈവമക്കളെ, നമ്മുടെ ദൈവം മാറാത്തവനാണ്. ആ കർത്താവ് പറഞ്ഞിട്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. നിന്റെ വിഷയം എന്തായാലും ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾക്കാണ് നമ്മുടെ വിഷയം വലുതായി തോന്നുന്നത്. കർത്താവിന് നമ്മുടെ വിഷയം ഒരു വലിയ വിഷയമില്ല. നിന്റെ ഭാരമേറിയ വിഷയം ഇന്ന് രാത്രിയിൽ എന്ത് തന്നെയായാലും കർത്താവിൻ്റെ കരങ്ങളിൽ നീ ഒന്ന് വിട്ടുകൊടുത്താൽ, അമ്മ ഏൽപ്പിച്ചു കൊടുത്താൽ, അമ്മൻ അതിന് ഇന്ന് രാത്രിയിൽ പരിഹാരം കണ്ട് മടങ്ങിപ്പോകാനിടയായിത്തീരും. ഈ ദേശത്തായിരിക്കുന്ന എല്ലാ മാന്യ അമേൻ മിത്രങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവരെയും ഞാൻ ബ്ലെസ് ചെയ്യുന്നു. അമേൻ, സ്തോത്രം. നമ്മുടെ ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം. അമേൻ. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർപ്പിപ്പാനാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ കടന്നു വന്നത്. സ്തോത്രം. ദൈവം നമ്മെ ആഴമായി സ്നേഹിപ്പാനിടയായിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ ഒരു ശീലം ഞാൻ പാടിയതിനു ശേഷം ഞാൻ വേഗം വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിതേ വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാൻ തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തിയേ. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തിയേ. എന്നിൽ പകർന്നൊരു ശക്തിയേ. എന്നിൽ പകർന്നൊരു ശക്തിയേ. ആമേൻ, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്. ബൈബിൾ ഉള്ളവർ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു. മർക്കോസ് 16 തൊട്ടാണ് വായിച്ചേ. ശരി, ഞാൻ എടുത്തോട്ടെ. ആമേൻ. 15 തൊട്ട്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും.
എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആമേൻ. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. സ്തോത്രം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യ നിയോഗം കൊടുക്കുവാനിടയായി. ആമേൻ. യേശു കൊടുത്ത അന്ത്യ നിയോഗമാണ്, ആ വാക്യമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ വായിച്ചത്. സ്തോത്രം. യേശു പറഞ്ഞു, ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ആമേൻ. യേശുവിൻ്റെ വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന് ഈ ദേശനിവാസികളോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്ക് ബൈബിളിൻ്റെ പശ്ചാത്തലം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, എന്നാൽ അറിയാൻ മേത്തവരുണ്ട്. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആമേൻ. വെള്ളത്തിന്മേൽ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ കറണ്ട് പോയാൽ ഇവിടെ ഡാർക്ക്നെസ് വരുവാനിടയായി തീരും. എന്നാൽ ഈ വെളിച്ചം ഇവിടെ പ്രകാശിക്കുന്നാൽ ഇരുൾ ഇവിടെ പിടിച്ചടക്കുവാനൊക്കത്തില്ല. സ്തോത്രം. ഇരുളെന്ന് പറയുന്നത് നമ്മുടെ ഒരു എനിമിയുണ്ട്. സ്തോത്രം. എന്നാൽ വെളിച്ചമെന്ന് പറയുന്നത് ബൈബിൾ പറയുന്നു അത് യേശു ക്രിസ്തുവാണ്. ആമേൻ. ദൈവം നമ്മളെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നമ്മെ സ്തോത്രം കണ്ടിരിക്കുക. ആമേൻ. സ്തോത്രം. ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വേർതിരിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചാക്കിയിരിക്കുക. സ്തോത്രം. ആമേൻ. ബൈബിളിന്റെ ആരംഭത്തിൽ നാം കാണുന്ന ഇങ്ങനെ ഒരു കാര്യമാണ്. സ്തോത്രം. യേശു ദൈവം ഒരു വാക്കിനാൽ സകലത്തെയും വിളിച്ചു വരുത്തുവാൻ ഇടയായി. എന്നാൽ അവസാനം 6-ാം ദിവസം ദൈവം മനുഷ്യനെ തൻ്റെ ഉള്ളം കൈയാൽ നിർമ്മിപ്പാനിടയായി. തൻ്റെ ഇമേജ്, തേജസ് മനുഷ്യനിലേക്ക് പകരുവാനിടയായി തീർന്നു. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യം നാം നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, സകലത്തെയും വാഴുവാനുള്ള അധികാരം ദൈവം ആദാമിന് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. വാഴുക എന്ന് പറയുമ്പോൾ ആരാണ് വാഴുന്നത്? സാധാരണ മനുഷ്യർക്ക് വാഴാൻ പറ്റുമോ? ആരാ വാഴുന്നത്? രാജാക്കന്മാരാ വാഴുന്നത്. ദൈവം ആദാമിനെ രാജാവാക്കി അവിടെ വാഴിച്ചു. ആദാമിനോട് പറഞ്ഞു, നിങ്ങൾ സകലത്തിന്മേലും വാഴണം. വാഴുവാൻ വേണ്ടി ദൈവം ആദാമിനെ അവിടെ ആക്കി തരും. എന്നാൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് ഹവ്വായെ ഉപായത്താൽ ചതിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടികൾ സ്തോത്രം, അതിന്റെ പദ്ധതി ദൈവം നിശ്ചയിച്ചാക്കിയ, ദൈവം അവരോട് പറഞ്ഞ വാക്കുകളൊക്കെ വ്യതിയാനം വരുത്തി ആദാം ഹവ്വ പഴം പറിച്ചു തിന്നതിനാൽ പാപത്തിൽ അകപ്പെടുവാൻ ഇടയായി തീർന്നു. ആ കാരണത്താൽ ദൈവിക തേജസ് നഷ്ടപ്പെട്ട് അവർ പാപികളായി തീരുവാനും സ്തോത്രം, അവർ ഈവനിങ്ങിൽ ദൈവത്തിന്റെ കാലത്ത് കേൾക്കുകയും ദൈവം വന്ന് അവരുടെ തോളിൽ കൈയിട്ട് സല്ലപിക്കുകയൊക്കെ പതിവായിരുന്നു. എന്നാൽ അതിനൊക്കെ വിപരീതമായി പിശാച് അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അവരിൽ നിന്ന് കൈവശമാക്കുവാനിടയായി. ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ. സ്തോത്രം. ആ കാരണത്താൽ അവർ പാപം ചെയ്തതിനാൽ അവർ ദൈവ തേജസ് നഷ്ടമായി. പാപം ചെയ്തതിനാൽ അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ വിയർപ്പിനാൽ അപ്പം ഭക്ഷിക്കും. സ്തോത്രം. ആ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് രാത്രിയിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗം വരട്ടെ. സ്തോത്രം. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു മനുഷ്യനും കഴിയാതെ വന്നപ്പോൾ പിതാവായ ദൈവം തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഹല്ലേലൂയ മനുഷ്യ വർഗത്തിന്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിപ്പാനിടയായി തീർന്നു. സ്തോത്രം. യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ താൻ ഉണ്ടായിരുന്നു. 30ാമത്തെ വർഷത്തിൽ തന്റെ പരിശുശ്രൂഷ തുടങ്ങുവാനിടയായി തീർന്നു. സ്തോത്രം. യേശു സ്നേഹനിധിയായ ദൈവമാണ്. സ്തോത്രം. അത് വചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു,
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് തൻ മുഴു ലോകത്തെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. മുഴു ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും ദൈവം സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ സ്നേഹത്തിന്റെ കൊടുക്കീട് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. അമേ ഹല്ലേലൂയ സ്തോത്രം. വചനത്തിനൊരു വാക്യമുണ്ട്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ മേലൊരു കൊടി പിടിച്ചിരുന്നു, അത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. ഇന്ന് രാത്രിയിൽ നാം സ്നേഹത്തിന്റെ കൊടുക്കീഴിലാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ യേശു കടന്നു വന്നത് ആമേൻ സ്തോത്രം ശത്രുവിന്റെ തന്ത്രങ്ങളെയും ശത്രുവിന്റെ കയ്യിൽ ശത്രു അപകരിച്ച അധികാരത്തെ മടക്കിയെടുക്കുവാനാണ് യേശു കടന്നു വന്നത്. സ്തോത്രം. യേശു കാൽവരി ക്രൂശിലേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ നീതി നിവർത്തിപ്പാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. യേശു കാൽവരി ക്രൂശിൽ കടന്നുപോയി. സ്തോത്രം. താൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കഴിയുമ്പോൾ ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. യേശു പറഞ്ഞതുപോലെ തന്നെ 3 നാൾ കഴിഞ്ഞപ്പോൾ ഇമ്പീരിയൽ മുദ്ര വെച്ച് കല്ലറയൊക്കെ ഉറപ്പിച്ചെങ്കിലും പട്ടാളക്കാരെയൊക്കെ നിർത്തിയെങ്കിലും യേശുവിൽ വ്യാപരിച്ച ആത്മാവ് സ്തോത്രം, ആ ആത്മാവ് യേശുവിനെ മർത്യശരീരത്തിൽ ഉയർപ്പിപ്പാനിടയായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ ശരീരമായി പിതാവിന്റെ അടുക്കലേക്കല്ല പോയത്, നേരെ പോയി അധമ പാതാളത്തിലേക്ക് കടന്നുപോയി. അവിടെ ശത്രു ബന്ധിച്ചിരുന്ന സ്തോത്രം, അതെ ഹല്ലേലൂയ സ്തോത്രം, അനേക പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ ശത്രു അവിടെ അധമ പാതാളത്തിൽ ബന്ധിച്ചിരുന്നു. അവരെ സ്വതന്ത്രരാക്കി. വചനം പറയുന്നു, ദൈവം അവർക്ക് നല്ല ദാനങ്ങൾ നൽകി പർദീസയിലാക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ വിളംബരമാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഘോഷിപ്പാനായി ഇവിടെ കടന്നു വന്നത്. സ്തോത്രം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം പേരൻസ് നിങ്ങളെ കൈവിട്ടെന്ന് വരാം, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ കൈവിട്ടെന്ന് വരാം, നിങ്ങളുടെ ലോകക്കാർ വാക്കു പറഞ്ഞവർ കൈവിട്ടെന്ന് പറയാം, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൈവിട്ടെന്ന് വരാം, ഈ ലോകക്കാരെല്ലാം കൈവിട്ടെന്ന് പറയാം, കൈവിട്ടു എന്ന് വരാം. എന്നാൽ യേശു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഇന്ന് രാത്രിയിൽ ആ നാഥന്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നാൽ ആ നാഥന്റെ സ്നേഹം നിങ്ങൾ അനുഭവിപ്പാനിടയായി തീരും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, ഏത് വിഷയത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു, ഇന്ന് രാത്രിയിൽ സ്തോത്രം കർത്താവിനോട് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞാൽ കർത്താവിന്റെ വിസിറ്റേഷൻ, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന മുറിയിൽ കർത്താവ് വരുവാനിടയായി തീരും. സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നെ സ്നേഹിച്ച കർത്താവ്, എന്നെ മാനിച്ച കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം ആരെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിനോട് നിങ്ങളൊന്ന് അടുത്ത് വന്നാൽ കർത്താവ് നിങ്ങളോട് അടുത്ത് വരും. ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് അടുത്ത് വരാൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം, കർത്താവ് നിങ്ങളോട് അടുത്ത് വരിക മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വിഷയമാണ് നിങ്ങൾ പ്രശ്നമായിരിക്കുന്നത് ആ പ്രശ്നത്തിൽ ഇന്ന് രാത്രിയിൽ പരിഹാരം വരുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം ഏറ്റെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതിയതായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും, സ്തോത്രം, ഞാൻ എന്റെ കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തപ്പോൾ കർത്താവിന്റെ ഉള്ളിൽ കടന്നു വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും, എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയും, സ്തോത്രം, ഞാൻ കർത്താവിനെ വിശ്വസിച്ച് എന്റെ വാഗുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ വന്നു. എന്നെ കെട്ടി വലിച്ചു മുറുക്കിയിരുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും ഒരു നിമിഷം കൊണ്ട് വിട്ടുപോകാനിടയായി തീർന്നു. ദൈവമക്കളെ, നമുക്കൊരു റിച്വൽസും വേണ്ട. നിന്റെ പാപം എത്ര കടിച്ചുമുപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. നിന്റെ പ്രശ്നം എത്ര വലുതായാലും ആ പ്രശ്നത്തിന്റെ പരിഹാരം തരുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉള്ളത്. ഹല്ലേലൂയ. യേശു വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. യേശു വാക്കു പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്ന ദൈവമാണ്. യേശുവിന്റെ വാക്കിന് മാറ്റം വരികയില്ല. ഈ ദേശനിവാസികളോട് ഞാൻ പറയട്ടെ, യേശു സ്നേഹവാനായ ദൈവമാണ്. യേശു ഒരു മതവും ഉണ്ടാക്കാനല്ല കടന്നു വന്നത്. യേശു ഒരു മാർഗം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ കൃപകളും അവന്റെ സ്നേഹവും അവന്റെ പ്രവൃത്തികളും കൃപകളും രുചിച്ചറിവാനിടയായി തീരും. സ്തോത്രം. ആ കൃപ അനുഭവിച്ചവരാണ് ഇവിടെ ഇന്ന് രാത്രിയിലായിരിക്കുന്നത്.
ആമേൻ. ദൈവപ്രവൃത്തിക്കായി ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാം ഈ സ്തോത്രം വചനത്തിൽ കാണുന്നു, നാം ഹല്ലേലൂയ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആമേൻ. ഞങ്ങൾ ഇന്ന് രാത്രി പ്രൊക്ലൈം ചെയ്ത് വിളിച്ചു പറയുന്നത് ആമേൻ ക്രൂശിന്റെ വചനമാണ്. സ്തോത്രം. ആമേൻ. ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ മാവലിക്കര തഴുക്കരയിൽ ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. എൻ്റെ പിതാവ് ഞങ്ങൾ ആദ്യം മർത്തോമയിലായിരുന്നു. എൻ്റെ പിതാവ് മർത്തോമയിലെ ഒരു ഉപദേശിയായിരുന്നു. എന്നാൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് എൻ്റെ പിതാവ് വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് രക്ഷയും രക്ഷാനിർണയവും സ്നാനമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പിതാവിനോട് വചനത്തിൽ കൂടെ സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. അന്നേരം ആ പള്ളിയിലുണ്ടായിരുന്ന ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയിലുണ്ടായിരുന്ന 69 പേർ, അച്ഛൻ ഉൾപ്പെടെ അവർ വെൺമണിയിൽ ഒരു ദേവദാസന്റെ കൈക്കീഴിൽ പോയി സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവർ മടങ്ങി വന്നു. ഉണർവ് പ്രസംഗങ്ങളും ഉണർവ് യോഗങ്ങളും കേരളത്തിൽ നാനായിടങ്ങളിൽ അവർ ഹല്ലേലൂയ സ്തോത്രം അത് കണ്ടക്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അനേകം രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ പിൽക്കാലത്ത് സ്തോത്രം ഇത് വേറിട്ടുള്ള ആരാധന സത്യമാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ വേറിട്ട് ആരാധിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. കുടുംബമായി കർത്താവിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായി തീർന്നും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ദൈവം നടത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ആ പിതാവിൻ്റെ ഏറ്റവും ഇളയ പൈതലാണ് ഞാൻ. ഞങ്ങൾ ഭവനത്തിൽ 6 പേരാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ വർണ്ണിപ്പാൻ ദൈവനെ ശക്തീകരിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ. എന്നെ ശക്തീകരിക്കുന്ന ദൈവം നിങ്ങളെയും ശക്തീകരിപ്പാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാകുന്നു. ഇന്ന് രാത്രിയിൽ ശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് പ്രശ്നമായാലും അത് കർത്താവിന്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. നമ്മുടെ ദൈവം സ്തോത്രം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. നമ്മുടെ ദൈവം നമ്മുടെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനാണ് ദൈവം വിട്ടേക്കുന്നത്. നാം അനുഗ്രഹം അനുഭവിപ്പാനായി വിളിച്ചിരിക്കുന്ന ഒരു ജനറേഷനാ. നാം മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ, ഈ ദേശത്ത് നാം അനുഗ്രഹിപ്പാൻ പോകുക. ഈ ദേശനിവാസികളെ നാം അനുഗ്രഹിപ്പാൻ പോകുക. ഈ ദേശനിവാസികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, അതിനായിട്ടാണ് ഇന്ന് രാത്രി നമ്മോട് കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ തലമുറയുടെ മേൽ വരും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വരും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ദൈവത്തിന്റെ നന്മ വരുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. വചനത്തിൽ ഒരു വാക്യമുണ്ട്, നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. വല്ല നന്മയും ലഭിക്കണമെങ്കിൽ നാസറിന്റെ പിന്നാലെ പോകണം. എങ്കിൽ മാത്രമേ വല്ല നന്മയും ലഭിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിന് 23-ാം വാക്യം. ആമേൻ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ആമേൻ. വായിച്ചോ. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതിനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആമേൻ. വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. വചനം പിന്നെയും പറയുന്നത്, നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നാം കടന്നു വരുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്തായാലും അതിന് പരിഹാരം തരുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കൃപയാൽ ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഈ രക്ഷ ദൈവം നമുക്ക് സൗജന്യമായി തരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നെങ്കിൽ ഇന്ന് രാത്രി ആർക്കത് നേടുവാൻ കഴിഞ്ഞാൽ? എനിക്ക് പറ്റത്തില്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റുമായിരുന്നോ?
ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ ആയിരുന്നെങ്കിൽ ദൈവം പറയുക 1 കോടി രൂപ കൊടുത്ത് ഈ രക്ഷ നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വാങ്ങിപ്പാൻ പറ്റുമായിരുന്നു. എനിക്ക് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഈ രക്ഷ സൗജന്യമായി ദൈവം നമുക്ക് തരുവാനിടയായിട്ടുണ്ട്. അപ്പൊ കരകളെ കൊടുത്ത് കെട്ടാൻ സ്തുതിച്ചാട്ടെ. ഈ രക്ഷ സൗജന്യമായി ദൈവം നമുക്ക് തരുവാനിടയായി തീർന്നു. അമ്മേ നാം ആ പാപികളായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിൻ രക്തത്താൽ നമ്മെ നീതീകരിക്കുവാനിടയായി തീർന്നു. അമേൻ. വചനം പറയുന്നു, അമേൻ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തില്ലാത്തവരായി തീർന്നു എന്ന് വചനം പറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വചനത്താൽ നമ്മെ നീതീകരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയങ്ങൾ നന്ദിയാൽ നിറയട്ടെ. ഹല്ലേലൂയ. യേശു ചെയ്ത നന്മയെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ കരുതിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം. ആരും പറയാത്ത കാര്യമാ. ആമേൻ, സ്തോത്രം. നമുക്കെന്തു പുകഴുവാനുണ്ട്, നമുക്കെന്ത് പ്രശംസിപ്പാനുണ്ട്, നമുക്കെന്തുണ്ട് പറയുവാൻ? നമുക്കൊന്നുമില്ലായിരുന്നു. അപ്പൊ ദൈവം ചട്ടങ്ങളും നിയമങ്ങളും ന്യായപ്രമാണവും പൗരോഹിത്യവും അപ്പൊ പഞ്ചായത്തുകളും പഴയ നിയമം മുഴുവൻ ഇസ്രായേൽ ജനത്തിനാണ് കൊടുത്തത്. ആണോ അല്ലയോ? ആന്നു. അമ്മേ സ്തോത്രം. അവർ ഹല്ലേലൂയ സ്തോത്രം മശിയയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ മശിയ വന്നപ്പോൾ മശിയ അവർ തിരസ്കരിക്കുവാനിടയായി തീർന്നു. ആമേൻ. അവർ മശിയെ തിരസ്കരിച്ചതിനാൽ ജാതികളായ നമ്മെ ദൈവം കൈക്കൊള്ളുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വന്നു. നമുക്കെന്ത് പറയുവാനുണ്ട്? ആമേൻ. നമുക്കെന്ത് പുകഴുവാനുണ്ട്? ആമേൻ. അവർ നോക്കി കാത്തിരുന്നതിനെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി നാം അതുകൊണ്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. അഭിപ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി കഴിയും? നാം പ്രാപിച്ച ദൈവത്തിന്റെ കൃപയെ, ഇത്ര വലിയ രക്ഷ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വിളംബരം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. ആമേൻ. യഹൂദാ ജനത്തിന് ലഭിക്കേണ്ടത് നന്മ അവർക്ക് ലഭിക്കാൻ അവർ തിരസ്കരിച്ചപ്പോൾ ആ ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആമേൻ. നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ എന്ന് ഓർക്കാം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വായിച്ച വാക്യത്തിൽ തന്നെ വരട്ടെ. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുവാനും ആകേണ്ടതിന് അമ്മ ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നമ്മുടെ പഴയ പാവങ്ങളെ ആമേൻ, ആമേൻ, സ്തോത്രം, നദിയുടെ അഴകളിലേക്ക് ദൈവം വലിച്ചെറിയുവാനിടയായി തീർന്നു. അതൊന്നും മടങ്ങി വരികയില്ല. അപ്പൊ പണ്ടത്തെ ഒന്നും ദൈവം നമ്മളെ ഓർക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവം നമുക്ക് സമാധാനം തരുവാനിടയായി തീർന്നു. ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ സമാധാനം അനുഭവിക്കുന്നെങ്കിൽ അത് യേശു തന്ന സ്നേഹം, സമാധാനമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പറയുവാനില്ല. ആമേൻ. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിൽ നിന്ന് എടുത്തു കളയുവാനൊക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അവ യേശു തന്ന സമാധാനമാ. ഹല്ലേലൂയ. നദി പോലെയുള്ള സമാധാനമാണ് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അവ ഹല്ലേലൂയ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവം ഈ ശബ്ദത്തിൽ കൂടെ കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ നദി പോലെ സമാധാനം തരുവാൻ യേശു നിങ്ങളെ മടി വിളിക്കുക. അമ്മ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുത്താൽ ആ സമാധാനം നിങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ആ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. യേശു നിങ്ങളെ ഇന്ന് രാത്രിയിൽ മാടി വിളിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അമ്മ ഞാൻ അമ്മ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കൊരിന്ത്യ ലേഖനത്തിലെ 1-2 കാര്യങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ കൊരിന്ത്യ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ് അതിന്റെ സ്തോത്രം. ആമേൻ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല. ആരാ ഈ സ്നേഹം? യേശു പറഞ്ഞു, ഞാൻ സ്നേഹമാകുന്നു. എനിക്ക് അവിടെ നിന്ന് യേശുവിന്റെ പേര് വെക്കാം. നമുക്ക് ഹല്ലേലൂയ മനുഷ്യരുടെ ഭാഷയിൽ ദൂതന്മാരുടെ ഭാഷയിലൊക്കെ സംസാരിച്ചാലും എനിക്ക് യേശുവില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചമ്പോ ചിലമ്പുന്ന കൈത്താളോ മാത്രമേ അല്ലെങ്കിൽ എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് മർമ്മങ്ങളും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും യേശുവില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല.
ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടിയത് യേശുവിനെയാ. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടിയത് യേശുവിനെയാ. ഈ സ്നേഹനിധിയായ യേശുവിന് ഇന്ന് രാത്രി നമുക്ക് വേണം. ആമേൻ. ആ ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ മാർവോടൊന്ന് ചേർന്നിരുന്നാലുണ്ടല്ലോ, ആമേൻ, സ്തോത്രം, നിങ്ങളിലേക്ക് ആഴമേറിയ സ്നേഹം ആമേൻ ദൈവം പകരുവാനിടയായി തരും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിന് ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾ ലിമിറ്റേഷൻ വെക്കരുത്. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റം വരികയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് ലിമിറ്റേഷൻ ഇല്ല. സ്തോത്രം. അപ്പൊ യേശുവിന്റെ സ്നേഹത്തിന് ഇന്ന് ആര് വാഞ്ചിക്കുന്നോ അവരിലേക്ക് ആ സ്നേഹം ഒഴുകുവാനിടയായി തരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അമ്മ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല, യേശുവില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനം. ഇന്ന് രാത്രിയിൽ യേശു മാടി വിളിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഉണ്ടല്ലോ, യേശുവിനെ കൂടാതെയുള്ള ജീവിതം ശൂന്യമാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായി ദൈവസ്നേഹത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. സ്നേഹം അങ്ങനെ അവിടെ നിന്ന് ആരാ സ്നേഹം? യേശു. യേശു ദീർഘമായി ക്ഷമിക്കുന്നെന്ന് നമ്മൾ ചെയ്യുന്നത് നാം ഏറ്റു പറഞ്ഞാൽ യേശു നമ്മളോട് ദീർഘമായി ക്ഷമിക്കും. ആമേൻ. നമ്മുടെ കുറവുകളെ ദൈവം മറക്കും. ആമേൻ, സ്തോത്രം. നമ്മളോട് പൂർണ്ണമായി ക്ഷമിച്ച് നമ്മളോട് ദയ കാണിക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. യേശു നമ്മളോട് പൂർണ്ണമായി അവൻ ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നമ്മളോട് ദയ കാണിക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ആ സ്നേഹം ചീർക്കുന്നില്ല, ആ സ്നേഹം നിഗളിക്കുന്നില്ല, ആമേൻ, ചീർക്കുന്നില്ല. ആമേൻ, സ്തോത്രം. അയോഗ്യമായി നടക്കുന്നില്ല. ആ സ്നേഹം യേശു സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ആ യേശു ദേഷ്യപ്പെടുന്നില്ലെന്ന് നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്, നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ നമ്മൾ അവരുടെ മനഃപൂർവ്വമായി ക്ഷമിക്കും, ഇല്ലയോ? ആമേൻ. അവരെന്തു പറഞ്ഞാലും നമ്മളത് സാധിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കും. ഇന്ന് രാത്രിയിൽ അതിനേക്കാൾ അപ്പുറമായി വാത്സല്യമായി നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നത്. യേശു നമ്മളോട് ദീർഘമായി ക്ഷമിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ആരാണ് ഈ സത്യം? യേശു. ദൈവം ഒരു അനീതിയും ചെയ്യുന്ന ദൈവമല്ല. ദൈവമക്കളെ, നമുക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ആളിന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മളെ കർത്തൃത്വം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് യേശു ക്രിസ്തു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് യേശുവിനോട് പറയാമോ, കർത്താവേ അങ്ങനെ കർത്തൃത്വം ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവം നമ്മളെ കർത്തൃത്വം ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിപ്പാനിടയായി തീരും. സങ്കീർത്തനം 16:2 നാം എങ്ങനെ വായിക്കും? നിങ്ങൾ എടുക്കണ്ട. സ്തോത്രം. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവിടെ രക്തപാനീയ ബലികളെ നാം എടുക്കമില്ല. അപ്പേ സ്തോത്രം. ദൈവമക്കളെ, നാം കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് നാം ഇരുതോണിയിൽ നാം കാല് ചവിട്ടരുത്. നാം കർത്താവിനെ ഫോളോ ചെയ്യണം. കർത്താവിന്റെ സ്നേഹത്തെ നാം ഫോളോ ചെയ്യണം. കർത്താവിന്റെ കൽപ്പനകൾ നാം ഫോളോ ചെയ്യണം. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു കഴിവുമില്ലാതെ എന്നെയാണ് ദൈവം ഇതിനു വേണ്ടി വിളിച്ചത്. ഹല്ലേലൂയ. ദൈവം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവനാമമഹത്വത്തിനായി ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത സുശസ്തനായി നിങ്ങൾ നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരേൽപ്പിച്ചു കൊടുക്കുന്നോ അവരെ ദൈവം ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു വിഷയമല്ല. ദൈവത്തിന് നിങ്ങളുടെ കുലം ഒരു വിഷയമല്ല. ദൈവത്തിന് നിങ്ങളുടെ അല്ലെങ്കിൽ സ്തോത്രം നിങ്ങളുടെ പണം ഒരു വിഷയമല്ല. അപ്പൊ നിങ്ങളുടെ ഉള്ള അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രിയിൽ ഏത് അവസ്ഥയിലും ഏത് കുലത്തിലും ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെടുന്നവര് അവൻ അംഗീകരിക്കുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം അടുത്ത് വന്നാൽ ദൈവം നമ്മുടെ അടുത്ത് വരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കടന്നു വരട്ടെ. നമ്മുടെ ദൈവം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ആമേൻ. എല്ലാം പൊറുക്കുന്നു. നാം ചെയ്യുന്നതെല്ലാം പൊറുക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം അനേക കാര്യങ്ങൾ പറയാറുണ്ട്. ആമേൻ. അതെല്ലാം നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്നത്. നമ്മൾ പറയുന്നതെല്ലാം ദൈവം വിശ്വസിക്കുന്നു. നമ്മുടെ മനുഷ്യരായി നമ്മളാണ് പറയും, ചിന്തിക്കും. ആമേൻ. ജോണിക്കുട്ടി ഭാഷ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ജീവൻ ഭാഷ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് സത്യമാണോ? ഞാനൊന്ന് എൻക്വയറി ചെയ്യട്ടെ. ആമേൻ. ഞാൻ 10 പേരോടൊന്ന് ചോദിക്കട്ടെ.
ആമേൻ. ജീവൻ പാസ് അടുത്തുള്ള നമ്മുടെ ജോജി പാസ് ഉണ്ട്. ഞാൻ ജോജി പാസ് എന്ന് വിളിച്ചു നോക്കിയിട്ട് ഈ പുള്ളി പറഞ്ഞെല്ലാം സത്യമാണ്. നമ്മുടെ യേശു അങ്ങനെയല്ല. നാം പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. നാം പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. നമ്മുടെ യേശു നാം പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന കർത്താവിന് നാം ആയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്, സകലതും പൊറുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളവസ്ഥ അറിയുന്ന കർത്താവിന് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ആ സ്നേഹം നമ്മെ വിട്ടു മാറിപ്പോകുകയില്ല. ആ സ്നേഹത്തിന്റെ കീഴിൽ വസിപ്പാനാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ സമയം മുമ്പിൽ തീർന്ന വേഗം തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞു, അവൻ നീ എൻ്റെ വേല ചെയ്യണം. അവൻ ഞാൻ ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തതിനാൽ ദൈവം എന്നെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാണ്ട്. എൻ്റെ മുമ്പിൽ ഇതിനുള്ള അനേക സമയങ്ങളില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സദൃശവാക്യം 18:20 വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണ്ട, നിങ്ങൾ വായിച്ചാൽ നോക്കിയാൽ മതി. പിന്നെ മരണത്തിൻ്റെയും ജീവന്റെ അധികാരം ദൈവം നമ്മുടെ നാവിന്മേൽ തന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. സകലത്തെയും അടയ്ക്കുവാനും തുറക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സകല ദുഷ്ടനെയും കാൽ കീഴാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾ സാധാരണക്കാരല്ലെന്നൊരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. സ്തോത്രം. നിങ്ങൾ എനിക്ക് സ്തോത്രം, ഞാനൊന്നുമില്ല, ഞാൻ പുഴുവ തുരുമ്പ എന്നൊക്കെ പറഞ്ഞ് അങ്ങനല്ല. ദൈവം നിങ്ങൾക്കൊരു മാന്യത കൽപ്പിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠമായൊരു മാന്യത. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. സ്തോത്രം. 1 പത്രോസ് 2 അധ്യായം മൊത്തം ഒന്ന് വായിക്കണം. നിങ്ങൾക്കൊരു ഒരു ശ്രേഷ്ഠത ദൈവം, ഒരു മാന്യത കൽപ്പിച്ചിട്ടാ ദൈവം നിങ്ങളെ, അല്ലെങ്കിൽ സ്തോത്രം, രാജാക്കന്മാരും പുരോഹിതന്മാരും, അതേ സ്തോത്രം, പഴയ നിയമത്തിൽ അധികാരത്തിൽ രാജാവായി നിൽക്കുവാൻ അല്ലെങ്കിൽ കൽപ്പിക്കാനായി നിന്ന സ്തോത്രം ആദാമിന്റെ അധികാരം ദൈവം തിരിച്ചു വാങ്ങിച്ച് നമുക്ക് തരുവാൻ ഇടയായി തന്നു. പത്രോസിന്റെ ലേഖനം 1 അധ്യായത്തിൽ 1 പത്രോസ് 2:9 നാം ഇങ്ങനെ വായിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗതി വർഗവും വിശുദ്ധ ബന്ധവും സ്വന്തം ജനവുമാക്കി ദൈവം നമ്മെ തീർക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നാം സാധാരണക്കാരല്ല. നമുക്ക് സകലത്തിന്മേൽ അധികാരമുണ്ട്. ഗാലക്സിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, കാറ്റിന്മേൽ നിനക്ക് അധികാരമുണ്ട്, സകല ഇഴജാതിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, ഈ ഭൂമിയിലുള്ള സകലത്തിന്മേൽ നിനക്ക് അധികാരമുണ്ട്. നീ സാധാരണക്കാരനല്ലെന്ന് പറയണം, ഒന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ ഭവനത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. ഞാനൊരു നാവെടുത്ത് പറഞ്ഞു, ദുഷ്ടപിശാചേ, നിന്റെ യാതൊരു പ്രവൃത്തി എൻ്റെ ഭവനത്തിൽ വേണ്ട, നീ വിട്ടുപോ. അങ്ങനെ പറയുമ്പോൾ അത് വിട്ടുപോകും. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ടേസ്റ്റ് ആൻഡ് ഒന്ന് രുചിച്ച് നോക്കേ, ഒന്ന് പറഞ്ഞു നോക്കേ. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തിൽ നിങ്ങൾ വേറെ ആരെയും വിളിക്കണ്ട, നിങ്ങൾ തന്നെ ധൈര്യം ഏറ്റെടുത്ത് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുവാനിടയായി തരും. അത് ഏത് രോഗമായാലും ഏത് വിഷയമായാലും ആ വിഷയത്തിന് പരിഹാരം വരും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവം രോഗത്തിന് മാത്രം മതിയായവല്ല. സ്തോത്രം. എൻ്റെ ഭവനത്തിൽ അനേക രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്, ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് സ്തോത്രം. ഞാൻ പറയട്ടെ, രോഗത്തിന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വണ്ടി പോലും സ്റ്റാർട്ടാക്കാതിരുന്നപ്പോൾ ഞാൻ ആവുന്നതൊക്കെ, ഞാൻ ഒരു മെക്കാനിക്കും കൂടാ. സ്തോത്രം. ഞാൻ ആവുന്ന നോക്കി, ഒടുവിലൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുമെന്ന് പറഞ്ഞ് സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കമ്പനിയിലെ സീനിയർ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ അവിടുത്തെ മെഷീൻസൊക്കെ കേടാകുമ്പോൾ മെഷീൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ സീനിയർ മോസ്റ്റ് അവിടുത്തെ ആയിരുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കണം. സ്തോത്രം. ഈ മെഷീൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ പറയാം, യേശു ക്രിസ്തു നാമത്തിൽ മെഷീൻ ഓണാകാൻ പറഞ്ഞാൽ അത് ഓണാക്കും. അതിനുള്ള അധികാരവും പവറും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സകലത്തെയും ചലിപ്പിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളെ, നാം സാധാരണ ഇന്ന് രാത്രിയിൽ നാം ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ എല്ലാ വിഷയത്തിനും ഇന്ന് ദൈവസ്ഥലിൽ നമുക്ക് പരിഹാരം വരുവാനിടയായി തരും. വിശ്വസിക്കുന്ന ഒരാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടക്കും. സമയം തീർന്നതിനാൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസർപ്പിക്കുന്ന ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.